ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡോഗിനൊക്കെ യൂസ് ആകുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം അവനെ കുളിപ്പിച്ചപ്പോൾ നല്ല രീതി എനിക്ക് അവനെ കുളിപ്പിക്കാൻ നല്ല രീതി പാടുപെട്ടു. എന്തോ പാടെന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ നല്ല രീതി വൃത്തിക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടി നമ്മൾ പാടുപെടും. അപ്പോൾ നമ്മൾ കൂടുതലും ആശ്രയിക്കുന്ന ഗ്രൂമേഴ്സിനെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു പരിമിതി വരെ അവരെ പക്കയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ആ പ്രൊഡക്റ്റ് ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരെന്തായാലും പോയി പർച്ചേസ് ചെയ്യുക. നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിൻ്റെ ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിന് 95 രൂപ സംതിങ് രൂപ ആകത്തുള്ളൂ. ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടെ കൂട്ടി 150 രൂപ സംതിങ് ആവും. പിന്നെ ഇത് വീട്ടിൽ പട്ടിയുള്ള എല്ലാവരും വാങ്ങിക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. ഹാർഡ്നെസ്സും തിക്നെസ്സും ഒക്കെ അത്യാവശ്യം വലിയ രീതിയൊന്നും ഇല്ല, എന്നാലും നല്ല സോഫ്റ്റാണ്. ഡോഗ്സിന് അങ്ങനെ വേദനയോ കാര്യങ്ങളോ ഒന്നും ഇടിക്കുകയില്ല. പിന്നെ നിരവധി കസ്റ്റമേഴ്സിന് ഇതിന് നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ സാധനം മേടിച്ചതിന് ശേഷമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രൊഡക്റ്റും സാധനമൊക്കെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് പ്രൊഡക്റ്റ് പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ഗൈസ്. അപ്പോൾ പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സിനകത്താണ്. മൊത്തം 3 കളർ വേരിയൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് നമുക്ക് കിട്ടിയ കളർ ഏതാണെന്ന് അറിയില്ല, ഞാൻ കളർ യൂസ് ചെയ്യുന്നതായി മറന്നുപോയി. അപ്പോൾ നമുക്ക് കിട്ടിയ കളറും കാര്യങ്ങളൊക്കെ ചെക്ക് നോക്കാം. നമുക്ക് കിട്ടിയ കളർ എന്ന് പറയുന്നത് റോസാണ്, പിങ്ക് കളറാണ്. ഇതിൻ്റെ കോട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നത് റബ്ബർ ഷെയ്ഡാണ് കേട്ടോ. നല്ല തിക്നെസ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഡോഗ്സിൻ്റെ ശരീരത്തിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും അവർക്ക് വേദനയും കാര്യങ്ങളൊന്നും എടുക്കില്ല. പിന്നെ ഈ ഭാഗത്ത് നമ്മുടെ വെള്ളം ഷാമ്പൂ ഒക്കെ ഒഴിച്ച് ഡോഗ്സിനെ കുളിപ്പിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തോടെയാണ് വെള്ളവും നമ്മുടെ ഷാമ്പും കൂടെ ഇറങ്ങി വരുന്നത്. പിന്നെ സോഫ്റ്റ്നെസ് ആയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പക്കയായിട്ട് ക്ലീൻ ആവുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഷോർട്ട് വീഡിയോസിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ലെങ്തായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഷാമ്പു സെറ്റ് വെച്ചിട്ടുണ്ട്, വെള്ളം സെറ്റ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡെമോ മാത്രമാണ്. ഇതിൻ്റെ ഫുള്ളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡോഗ് ഷാമ്പും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. നിലവിലിരിക്കുന്ന ഷാമ്പും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യന്മാർ യൂസ് ചെയ്യുന്ന ഷാമ്പുമാണ് ഇപ്പോൾ ഡെമോയിൽ കാണിക്കുന്നത്. ഇതൊരിക്കലും ഡോഗ്സിൻ്റെ ദേഹത്ത് അപ്ലൈ ചെയ്യരുത്. കാരണം നമ്മൾ ഹ്യൂമൻസ് യൂസ് ചെയ്യുന്ന ഷാമ്പു അവരുടെ സ്കിന്നുമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിരവധി അസുഖങ്ങളും കാര്യങ്ങളും വരും. ഈ വീഡിയോയിൽ ഞാനിത് കാണിക്കുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഉപയോഗം എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിക്കാൻ മാത്രമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ കാര്യങ്ങൾ നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സെൻറ്ററിലെ റബ്ബർ മാറ്റിയതിന് ശേഷം എവിടെയാണോ ഈ ലിക്വിഡ് അങ്ങോട്ട് ഒഴിക്കുക, സെൻറ്ററിലോട്ട് ഒഴിക്കുക. എത്രമാത്രം അളവ് വേണം അത്ര അളവ് നിങ്ങൾ ഇഷ്ടം പോലെ ഒഴിച്ചതിന് ശേഷം കപ്പിലെ വെള്ളം കുളിപ്പിക്കാനടുത്തുള്ള ബക്കറ്റിലെ വെള്ളം എടുത്ത് ജസ്റ്റിനകത്തോട്ട് അപ്ലൈ ചെയ്യുക. കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് പതഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം. അതിനുശേഷം ഡോഗിൻ്റെ ശരീരത്തേക്ക് നമ്മൾ സ്ക്രബ് ചെയ്യാൻ ഇപ്പോൾ ഡെമോ കാണിക്കുന്ന കാലയിലാണ്. ഈ ഷാമ്പു ഉപയോഗിച്ച് എന്തായാലും നമുക്ക് ഡോഗിൻ്റെ ദേഹത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയിലും നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.